ഈ കാണുന്ന പോലെ പല പ്രശ്നങ്ങളും നമ്മുടെ ചെടികളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമ്മളുടെ വീട്ടിലെ എല്ലാ ചെടികളിലും എല്ലാ തരം പെസ്റ്റിനും ഫംഗസിനും ഒക്കെ എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗിസൈഡോ പെസ്റ്റിസൈഡ് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതുണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വീട്ടിലുള്ള 1-2 സാധനങ്ങളും മതി എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ റോസിലൊക്കെ ഉണ്ടാവണം ബ്ലാക്ക് സ്പോട്ട് റോസ് ഡിസീസോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന അഫിഡ്സ്, മീലിബഗ്സ്, ട്രിപ്സ്, മൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ്ഫ്ലൈസ്, പലതരത്തിലുള്ള വേംസ് ഉണ്ടാവും, അല്ലെങ്കിൽ കാറ്റർപില്ലേഴ്സിൻ്റെ ശല്യം ഉണ്ടാവും. ചില ചെടികളൊക്കെ ഇനി വെട്ടിയിട്ടിട്ട് പോകുമല്ലോ. പിന്നെ നമുക്ക് മണ്ണിൽ നിന്നുണ്ടാവുന്ന പലതരം ഫംഗസുകൾ ഉണ്ടാവും. പിന്നെ പൗഡറി മൈൽഡ്യൂ പോലുള്ള പ്ലാന്റ് ഫംഗസ് ഉണ്ടാവും. പിന്നെ ലീഫ് റസ്റ്റ് ഉണ്ടാവും, ലീഫ് മൈനേഴ്സ് അല്ലെങ്കിൽ കേൾ ഡിസീസ്, അങ്ങനെ പലതരത്തിൽ ഉള്ള അസുഖങ്ങൾ നമ്മൾ ചെടികളിൽ കാണാറുണ്ടല്ലേ. അപ്പോൾ ബേക്കിംഗ് സോഡ ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇതുപോലെയൊക്കെ വെള്ളീച്ചയിലൊക്കെ നമ്മൾ തെളിക്കുകയാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും കേട്ടോ. മുഴുവനോടെ മാറുന്നല്ല, ഒരൊറ്റ യൂസിൽ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ വെള്ളീച്ചുള്ളിടത്തൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെള്ളീച്ചയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ കണ്ടില്ലേ, ഒറ്റ യൂസിൽ വന്നൊരു മാറ്റമാണിത്. ഇത്രയധികം നമുക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുഴുവൻ ഇൻഫെക്ഷനും പാടെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ പറയണില്ല, നേരെ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു സ്പ്രെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1 ലിറ്റർ അളവിലാണ് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവാണ് കേട്ടോ പറയണത്. അപ്പോൾ അതിനു വേണ്ടി 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി 1 ടീസ്പൂൺ നീം ഓയിലും ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ വളമൊക്കെ വാങ്ങണ ഷോപ്പിൽ നിന്ന് വാങ്ങണ വേപ്പെണ്ണ. ഇനി വേപ്പെണ്ണ കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ പോലുള്ള ഏതെങ്കിലും ഒരു ഓയിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ നീം ഓയിലാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് മാത്രം. ഇനി അതിലേക്ക് ഏതെങ്കിലും ഒരു സോപ്പ് ലിക്വിഡ് ഒരു 10 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കണം. ഷാമ്പു ആയാലും ഡിഷ് വാഷ് ആയാലും ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് വാഷാണ് ഒരു 10 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 1 ലിറ്റർ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയിപ്പോൾ അതെന്തെങ്കിലും കെമിക്കലാണോ, നമുക്ക് പച്ചക്കറികളിലൊക്കെ തെളിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെ സംശയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡ തികച്ചും ഓർഗാനിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. നമ്മൾ ഉപ്പൊക്കെ എടുക്കണ പോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് എടുക്കണ ഒരു കോമ്പൗണ്ടാണ് നമ്മുടെ ബേക്കിംഗ് സോഡ, അതായത് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പലരും പല പേരിലായിരിക്കും ചിലപ്പോൾ പറയുക. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പക്കാരൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ. ബേക്കിംഗ് പൗഡറിൽ കുറഞ്ഞ അളവിൽ മാത്രം ബേക്കിംഗ് സോഡയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബേക്കിംഗ് സോഡ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ എഫക്റ്റഡ് ആയിട്ടുള്ള ചെടികളിലൊക്കെ തെളിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് ഏതെങ്കിലും ഒരു ചെടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ഒരു ഇലയിലോ എങ്ങാനും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ചെടിയിൽ നമ്മളൊരു വൈകുന്നേര സമയത്ത് തെളിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെയാണ് ഈ കാണുന്നത്, ചെടിക്ക് ഒരു കുഴപ്പവും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ മറ്റ് ചെടികളിലോ അല്ലെങ്കിൽ ചെടികളുടെ മറ്റ് പാർട്സുകളിലോ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഏതൊരു പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഏതായാലും നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു പെസ്റ്റിസൈഡ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി വെള്ളീച്ചയൊക്കെ വല്ലാതെ അതിൽ നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.